ഹലോ പ്രിയ നിക്ഷേപകരും വ്യാപാരികളും. നിങ്ങളോടൊപ്പമുള്ള പദ്ധതി System.guru.markets. കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പഠിക്കും. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. പഠനത്തിന് കീഴിലുള്ള കമ്പനിയുടെ എല്ലാ സൂചകങ്ങളും നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാം. ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുമായി കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ താരതമ്യം ചെയ്യും. അപ്സ്റ്റാർട്ട് ഹോൾഡിംഗ്സ് ഇൻക്. ടിക്കർ UPST. 2025 ഏപ്രിൽ 03 വരെയുള്ള നിലവിലെ ഡാറ്റ ഉപയോഗിച്ചാണ് അവലോകനം സൃഷ്ടിച്ചത്. വർഗീകരണം അനുസരിച്ച് ഗുരു മാർക്കറ്റ്സ് കമ്പനി അപ്സ്റ്റാർട്ട് ഹോൾഡിംഗ്സ് ഇൻക് ഉപവിഭാഗത്തിൽ പെടുന്നു. ലോൺസ് 66 ഓർഗനൈസേഷനുകൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. വീഡിയോയുടെ അവസാനം ഓർഡറുകളുടെ പട്ടിക നോക്കുക. സംശയാസ്പദമായ കമ്പനിയുടെ ഫലം 10 പോയിന്റിൽ -7.5. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 0.4 പോയിന്റാണ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം US സ്റ്റോക്ക് മാർക്കറ്റിനുള്ളിൽ നമുക്ക് കാണാം മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി സ്കോർ 1.9 പോയിന്റാണ്. കമ്പനിയുടെ -7.5 പോയിന്റിനെതിരെ അപ്സ്റ്റാർട്ട് ഹോൾഡിംഗ്സ് ഇൻക്. കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു. അപ്സ്റ്റാർട്ട് ഹോൾഡിംഗ്സ് ഇൻക് ഉപവിഭാഗം ഓഹരികളും. കഴിഞ്ഞ 12 മാസത്തെ ഓഹരികൾ ഞങ്ങൾ കാണും. അപ്സ്റ്റാർട്ട് ഹോൾഡിംഗ്സ് ഇൻക് 80.2% മാറ്റം കാണിച്ചു. 32.1% ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ്. ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, പക്ഷേ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കമ്പനിയുടെ വിപണി മൂലധനം അപ്സ്റ്റാർട്ട് ഹോൾഡിംഗ്സ് ഇൻക് $4.46 ബില്യൺ. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $242 ബില്യൺ ആണ്. അപ്സ്റ്റാർട്ട് ഹോൾഡിംഗ്സ് ഇൻക് 1.846% വിഹിതം വഹിക്കുന്നു. ഇത് ഉപവിഭാഗത്തിലെ ചെറുകിട കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $0.63 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ മൂലധനം $128 ബില്യൺ ആണ്. അപ്സ്റ്റാർട്ട് ഹോൾഡിംഗ്സ് ഇൻക് 0.488% വിഹിതമാണ്. എക്സ്ചേഞ്ചിന്റെയും ബുക്ക് വാല്യൂവിന്റെയും ഷെയറുകളുടെ താരതമ്യത്തിന് ശേഷം നമുക്ക് ഇനിപ്പറയുന്നവ കാണാൻ കഴിയും. അധിനിവേശ വിഹിതം അപ്സ്റ്റാർട്ട് ഹോൾഡിംഗ്സ് ഇൻക് ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ 1.846%. ബാലൻസ് ഷീറ്റ് മൂലധനം 0.488%. ഇത് ഓഹരി വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ 74% കുറവാണ്. ഉപവിഭാഗത്തിൽ ഓർഗനൈസേഷന്റെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കമ്പനിയുടെ കടബാധ്യതകൾ $1.52 ബില്യൺ ആണ്. പുസ്തക മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ മൂലധനത്തിന്റെ 241.3%. കമ്പനിയുടെ ഡെറ്റ് ലെവലിൽ ഫലം വളരെ മോശം -2 പോയിന്റ്. കമ്പനിയുടെ വിപണി മൂല്യത്തിന്റെ ബാലൻസ് ലാഭം 0 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 19.1 ആണ്. ഇത് ഉപവിഭാഗത്തിലെ ശരാശരിയേക്കാൾ മോശമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓഹരി വിലയും ലാഭവും തമ്മിലുള്ള അനുപാതം വിലയിരുത്തൽ വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം -$128 മില്യൺ. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അജ്ഞാതമാണ്. ഇത് കമ്പനിക്ക് നെഗറ്റീവാണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 7 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 1.7 ആണ്. ഇത് ഉപവിഭാഗത്തേക്കാൾ 312% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വില അതിന്റെ വരുമാനത്തിലേക്കുള്ള വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $640 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ്.
ഇത് കമ്പനിയുടെ പ്രതീക്ഷകൾക്ക് വളരെ മോശമാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം -1 വിൽപ്പന മാർജിൻ -20.2%. ഉപവിഭാഗത്തിൽ ശരാശരി 8.9%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 29.1%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിനുകളുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന -0.5 ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 0.572%. ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ 223% കുറവാണ്. കമ്പനിയുടെ നിലവിലെ ഓഹരി വിപണി മൂല്യം തമ്മിലുള്ള പൊരുത്തക്കേട് ഇത് കാണിക്കുന്നു. അപ്സ്റ്റാർട്ട് ഹോൾഡിംഗ്സ് ഇൻക് മിക്കവാറും പുനർമൂല്യനിർണയത്തിലേക്കാണ്. ഓർഗനൈസേഷന്റെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനത്തിന്റെ അളവ് $3,741,000 തുല്യമാണ്. ഉപവിഭാഗത്തിന് $1,160,000. ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 222.5%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം $107,700. ഉപവിഭാഗത്തിന്റെ ശരാശരിയോടൊപ്പം $60,700. കൂടാതെ ഉപവിഭാഗത്തിന്റെ ശരാശരിയും കമ്പനിയുടെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം 77%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് കമ്പനിയുടെ ലാഭം വിലയിരുത്തൽ സഹിക്കാവുന്നത് -0.5 പോയിന്റ്. ഓർഗനൈസേഷന്റെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനം $534,000. ഉപവിഭാഗം പ്രകാരം $683,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 28%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ വിൽപ്പന അളവ് കണക്കാക്കൽ സഹിക്കാവുന്നത് -0.5 പോയിന്റ്. വിൽപ്പന ഇടപാടുകളുടെ അളവ് 22.5% തുല്യമാണ്. ഉപവിഭാഗത്തിന് ശരാശരി 7.3%. ഇത് ഒരു ചെറിയ ഞെരുക്കത്തിന്റെ സാധ്യതയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ്. സാങ്കേതിക സൂചകം വിസിപ്പ് അതിനാൽ കമ്പനിക്ക് 39% ലെവൽ കാണിക്കുന്നു. അപ്സ്റ്റാർട്ട് ഹോൾഡിംഗ്സ് ഇൻക് ഉപവിഭാഗത്തിന് വിസ് ലെവൽ 14 ഏകദേശം 51%. സാധ്യതയനുസരിച്ച് ഉപവിഭാഗത്തിന്റെ ഓഹരികൾ മൂല്യത്തേക്കാൾ ഉയർന്നതാണ്. അപ്സ്റ്റാർട്ട് ഹോൾഡിംഗ്സ് ഇൻക് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $47.64 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമയ വില ഏകദേശം $76.44 ആണ്. യഥാർത്ഥ എസ്റ്റിമേറ്റും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 60%. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. പിൻ ചെയ്ത കമന്റിലാണ് ലിങ്ക്. ഒരു റഫറൻസ് മൂല്യനിർണ്ണയ സംവിധാനം ഉപയോഗിച്ച് ഈ സീസണിൽ പൊതുവായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി അപ്സ്റ്റാർട്ട് ഹോൾഡിംഗ്സ് ഇൻക് വിവരങ്ങളും റഫറൻസ് വിലയിരുത്തൽ സംവിധാനം ഗുരു മാർക്കറ്റ്സ് ഒരു തീരുമാനം എടുക്കുന്നു. ഒരു ഷെയറിന് $47.63 എന്ന വിലയിൽ വീഴാൻ ഒരു ഓർഡർ തുറക്കുക. കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ മൂല്യമുള്ളതിനാലാണ് കരാർ തുറന്നത്. അക്കിമിന്റെ സൂചികയായ മൂല്യനിർണ്ണയ രീതി ഉപയോഗിച്ചാണ് കമ്പനിയെ വിലയിരുത്തിയത്. എടുക്കുക ലാഭം 33.87 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 61.39 ആയി നിശ്ചയിച്ചു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ 2025 മെയ് 03 ട്രേഡിംഗ് സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ സ്ഥിരമാകും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം.
ടിക്കർ ആസ് വൈ എഫ് പ്രധാന വാങ്ങൽ ഓർഡർ ആയിരിക്കും. പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ചാനലിൽ പ്രസിദ്ധീകരിച്ചു. ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് വിപരീത ക്രമം സ്വയമേവ അടച്ചു. ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി. ഗുരു മാർക്കറ്റ്സ്.